പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് വ്യാഴാഴ്ച മാർച്ച് 6-ാം തീയതി. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുദിന അനുഗ്രഹ പ്രാർത്ഥന ആരംഭിക്കുന്നു. കർത്താവ് എന്തുമാത്രം മനുഷ്യരാണെന്നറിയോ ഇതുവഴി അനുഗ്രഹിക്കണത്. തന്നെയല്ല മക്കളെ, നമ്മൾ ഒരു പ്രാർത്ഥനയിൽ രാവിലെ പങ്കെടുത്തുകൊണ്ട് അന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ വിഷയങ്ങളെ കർത്താവിൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രതിഷ്ഠിച്ച് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ജീവിക്കാൻ എന്ത് സുഖമാണ്. അപ്പോൾ ഇതൊരു വലിയൊരു ദാനമായിട്ട് കരുതണം. കർത്താവെ, ശിരസ് നമിച്ച് അങ്ങയുടെ ദിവസത്തിന് നിൽക്കുന്ന മക്കളുടെ മേൽ നിൻ്റെ പീഡാനുഭവത്തെ ഓർത്തുകൊണ്ട് കരുണ തോന്നണമേ, അലിപ്പ് തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിൻ്റെ ഹൃദയം തുറന്നുകൊണ്ട് കരുണ അങ്ങയുടെ മക്കളേക്ക് വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പലരും കർത്താവ് ജീവിതത്തിൽ തെറ്റിപ്പോയിട്ടുണ്ട്. അങ്ങയെ മറന്ന് ജീവിച്ചിട്ടുണ്ട്. അങ്ങയെ അറിഞ്ഞിട്ടും അറിയാത്ത രീതി അഭിനയിച്ചുകൊണ്ട് സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി അങ്ങയെ തള്ളിപ്പറം ജീവിച്ചിട്ടുണ്ട്. നോൻപ് കാലത്ത് മാപ്പ് ചോദിക്കുന്ന കർത്താവ്, ഇനി ഞങ്ങളുടെ ജീവിതകാലത്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ തീർച്ചയായിട്ടും കർത്താവ് ഞങ്ങൾ നിൻ്റെ സഹിത്വം ചേർന്ന് സുവിശേഷത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിച്ചു കൊള്ളാവുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സകല പുണ്യാളന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രതിജ്ഞ
ചെയ്യുന്ന കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രമുണ്ടാകട്ടെ. കർത്താവെ, പലതരത്തിൽ വിഷമിക്കുന്നവരുണ്ട്. ഇന്ന് യാത്ര ചെയ്യുന്നവരെ മുഴുവനെ അങ്ങേക്ക് തിരുസേന സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഓഫീസുകൾ, കോളേജുകൾ, സ്കൂളുകൾ, പരീക്ഷാ ഹാളുകൾ സന്ദർശിക്കുന്ന അവിടെ പോകുന്ന എല്ലാ മക്കളെയും, പരീക്ഷ എഴുതുന്ന മക്കളെ എല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൃത്യമായി ഓർമ്മശക്തി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിച്ച പരീക്ഷയെ പ്രതിഫലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ചോദിക്കാമെന്ന് അറിയത്തില്ല, എങ്കിലും ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർ പഠിച്ചത് തന്നെ പരീക്ഷയ്ക്ക് വരാൻ ഇടയാക്കണമേ. അതുപോലെ അതിനെ പഠനത്തിൽ അല്പം പുറകെയായിപ്പോയ മക്കളെ അതുവഴി നീ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇനി അവർക്കൊരു പരീക്ഷ പഠിക്കാനൊരു അവസരം കിട്ടിയാൽ അവർ ഇന്നത്തെ പോലെ ഉഴപ്പത്തിൽ നല്ലപോലെ പഠിച്ചോളാമെന്ന് അങ്ങയോട് പറയുന്ന അനേകം മക്കൾ പശ്ചാത്താപത്തെ പരീക്ഷയ്ക്ക് പോകുന്നുണ്ട്. ഇനി എല്ലാം കർത്താവ് നിൻ്റെ കൈകളിലാണ്. അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഓരോ മക്കളെയും ഞങ്ങൾ ഈശോയുടെ നാമത്തെ ആശീർവദിക്കുന്നു. അതുപോലെ ജോലിക്ക് പോകുന്നവർ ആശീർവദിക്കുന്നു. ജോലിയിൽ ആവശ്യമായ ശമ്പളം കിട്ടാത്തവരുണ്ട്. ജോലി ടെർമിനേറ്റ് ചെയ്യണോ, എഴുതി കൊടുക്കണോ, ടെർമിനേഷൻ പേപ്പർ കൊടുക്കണോ, പേപ്പർ ഇടണോ വേണ്ടേ എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം കൃത്യമായി തീരുമാനം എടുക്കാനും കർത്താവെ, അവർക്ക് അതിനേക്കാൾ ബെറ്ററായി ജോലി കിട്ടുമെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ആരുടെയും സമ്മർദ്ദം അകപ്പെട്ട് കർത്താവ് ജോലി നഷ്ടപ്പെടാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഗർഭിണികളായ അമ്മമാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഗർഭത്തെ ശിശുവിന് എന്തെങ്കിലും തകരാറുകളോ, ഗർഭശിശുവിൻ്റെ ഹൃദയത്തിന് ഹോളുകളോ, ഓട്ടിസത്തിൻ്റെ സൂചനകളോ, വളർച്ചക്കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ്, സ്പോട്ടിംഗ് ഒക്കെ വന്ന് പോയിട്ടുള്ളവർ, ഗർഭാപോഷന് വേണ്ടി പറഞ്ഞിട്ടുള്ളവർ സംഘർഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, അമ്മ പരിശുദ്ധ കൃപാസന അൽത്താറിൽ അവിടുന്ന് ചെന്ന് അമ്മ അവരെ സ്പർശിച്ചിട്ട് അവർക്ക് അതിൽ നിന്ന് കർത്താവ് സന്ധിപ്പ് കൊടുക്കണം, സൗഖ്യം കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഓപ്പറേഷൻ വിധേയമാകുന്ന പേഷ്യൻസ് ഉണ്ട് കർത്താവ്. കരൾ രോഗികളുണ്ട്, കിഡ്നി രോഗികളുണ്ട്, ഹൃദയ രോഗികളുണ്ട്, ശിരസ്സിന് മുഴകളുള്ളവരുണ്ട്, ഞരമ്പുകൾ സിസ്റ്റുകളുള്ളവരുണ്ട്, PCOD രോഗികളുണ്ട്, പിസ്റ്റുല രോഗികളുണ്ട് കർത്താവ്, നടുവേദനക്കാരുണ്ട്. അവരെല്ലാം നീ സ്പർശിക്കണം. എൻ്റെ കർത്താവ്, വിവാഹം ഒത്തുവരാത്തവർ കർത്താവ്, പുരുഷന്മാർ അനേകം മക്കൾ കർത്താവ് വിവാഹം ജീവിതപങ്കാളെ കിട്ടാതെ വിഷമിച്ച് വേദനിച്ച് ജീവിക്കുന്നതിന് കർത്താവ്, അവരൊക്കെ എല്ലാ അനുരൂപ ജീവിത പങ്കാളികൾ നൽകിക്കൊണ്ട് കർത്താവെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജീവിത മാർഗ്ഗങ്ങളിൽ നഷ്ടപ്പെട്ടവർ, വസ്തു വിൽക്കാനുള്ളവർ, വസ്തു എടുക്കാനുള്ളവർ, വീട് സ്ഥലം നഷ്ടപ്പെട്ടവർ, വീട് സ്ഥലം പുതുതായിട്ട് എടുക്കാനുള്ളവർ, കടങ്ങൾ പരിഹരിക്കാനുള്ളവർ കർത്താവ്, ലേലം, ചിട്ടി, ഇങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക വിഷയങ്ങൾക്ക് കർത്താവ് അനുകൂലമായ തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെല്ലാം നിലനിൽപ്പിനായി പ്രാർത്ഥിക്കുന്നു. അന്നു വേണ്ട ആഹാരം എന്നുള്ള വലിയ കാര്യം അങ്ങ് സ്വർഗ്ഗസ്ഥനായ പിതാവ് പഠിപ്പിച്ച് പറഞ്ഞതുപോലെ അന്നു വേണ്ട ആഹാരവുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള ഭൗതിക കാര്യങ്ങളെ കർത്താവ് അങ്ങ് സന്ധിക്കണമേ, ക്രമീകരിക്കണമെന്ന്, നിയന്ത്രിക്കണമെന്ന് കർത്താവ് അങ്ങ് നിൻ്റെ നിശ്ചയം അനുസരിച്ച് നടത്തുന്നത് അവർക്ക് ഗുണകരമായി മാറുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായി. അത് ഉൾക്കൊള്ളാനുള്ള കൃപ നൽകണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ യാത്രയെയും നിങ്ങളുടെ തിരിച്ചു വരവിനെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, റെസിപ്രോക്കൽ വേർഡെന്നും പറഞ്ഞ് നമുക്ക് ബൈബിളിൽ കുറേ തരം വാക്കുണ്ട്. ബൈബിളിലെ വചനങ്ങളിൽ ഇങ്ങനെ ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കീ വേർഡെന്ന് പറയും, താക്കോൽ വചനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരു വചനം, ഒരു താക്കോൽ കിട്ടിക്കഴിഞ്ഞാൽ പല മുറികൾ തുറക്കാവുന്ന. ഇപ്പോൾ ഒരു ഹോളിൻ്റെ അകത്ത് കുറേ മുറികളുണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഹോളിൻ്റെ താക്കോൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മുറികളിലേക്കും കയറാൻ പറ്റും. അതുപോലെയുള്ള കീ വേർഡുകളുണ്ട്. ഒരു വചനത്തിൻ്റെ ഓപ്പൺ സെൻ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പല വിഷയങ്ങളെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും. ഇനി മദർ വേർഡുണ്ട് ബൈബിളിൽ. മദർ വേർഡ് വെച്ചാൽ അമ്മ വചനങ്ങൾ. ചില വചനങ്ങൾ അമ്മ എന്താ ബ്രീഡ് ചെയ്യും അല്ലേ, ബ്രീഡിങ് വേർഡൊക്കെ ഉണ്ട്. ഒരു വചനത്തിൽ നിന്ന് പല വചനങ്ങളിങ്ങനെ അതിനോട് ബന്ധപ്പെട്ട് അതിൻ്റെ മക്കളായിട്ടിങ്ങനെ ഉള്ള സാധർമ്യമുള്ള വചനങ്ങളുണ്ട്. അപ്പോൾ ഒരു വചനം വരുമ്പോൾ പരിശുദ്ധാത്മാവ് വേറൊരു വചനം എടുത്ത് നമുക്ക്, ഇപ്പോൾ നമ്മൾ അലോകിരിതം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട വേറെ വീഡിയോ വരും. എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ് വചനം എഴുതിയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് ഒരു വചനം പറയുമ്പോൾ അതിൻ്റെ സിസ്റ്റർ വചനവും അതിൻ്റെ സൺ വചനവും ഒക്കെ നമുക്ക് കർത്താവ് തരും. അപ്പോൾ അതിനാണ് മദർ വേർഡ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ആണ് ഷാഡോ വേർഡ് എന്ന് പറയും. ഷാഡോ വേർഡ് എന്ന് വെച്ചാൽ ഒരു വസ്തു വേർഡ് പറഞ്ഞാൽ അതിൻ്റെ ഷാഡോ വേർഡ് ഉണ്ടാകും. ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയണേ, അതായത് ഇപ്പോൾ കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, കർത്താവ് പറഞ്ഞ ഏറ്റവും വലിയ പദവിയല്ലേ. അപ്പോൾ അതിൻ്റെ ഷാഡോ വേർഡ് എന്താണ് ശരിക്കും പറഞ്ഞാൽ? അത് വസ്തു വേർഡാണ്. അപ്പോൾ അതിൻ്റെ ഷാഡോ വേർഡ് നിഴൽ വചനം എന്താണ്? കർത്താവിൻ്റെ മനസ്സ് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. കർത്താവ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു ഷാഡോ ഉണ്ടാവും,
റെസിപ്രോക്കലായിട്ടുള്ള. ഇപ്പം എന്താണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ കർത്താവിൻ്റെ അടിമനസ്സുണ്ട്. എന്താണ്, നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാകണം, അതാണ് വിഷയം. അല്ലാതെ ഏകപക്ഷീയമായിട്ട് അപ്പം നമ്മൾ തോന്നി മാസത്തിൽ ഇപ്പം നോൻപ് കാലമായതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറയണമെന്ന് തോന്നുന്നത്. നിങ്ങൾ വിചാരിക്കണം നോൻപ് കാലത്ത് ഇങ്ങനെ, നോൻപ് കാലം എന്തിനാണ് വെച്ചിരിക്കുന്നത്, എന്തിനാണ്, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്താൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ ഉണ്ടാകുന്ന കാലമാണ് നോൻപ് കാലം. എല്ലാ കാലത്തും കർത്താവിൻ്റെ കൂടെ നമ്മളുണ്ട്, അതല്ല, അതിനു വേണ്ടി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണ്ടേ. നോൻപിന് പരിശോധിക്കേണ്ട വിഷയമാണത്. എന്താണ്, കാലത്തിൻ്റെ അവസാനം വരെ ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. മത്തായി 28:20. മത്തായി 28:20. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പം അത് കർത്താവിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള പ്രസ്താവനയാണ്, നമുക്ക് നൽകുന്ന ആശംസയാണ്. പക്ഷേ അതിൻ്റെ ഷാഡോവേഡ് എന്താണ്, നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, കുറ്റമറ്റവനായിരിക്കണം. അതാണ് ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി 17:1. എന്താണ്, അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അതാണ് വിഷയം. ദൈവത്തിന്റെ മനസ്സതാണ്. അപ്പോൾ ബോധവും ബുദ്ധിയും പരിശുദ്ധം നയിക്കപ്പെടുന്നതിന് അറിയണം, ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. അതില്ലേ ജോഷുവ 1:9. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ദൈവത്തിന്റെ ഒരു മനസ്സാണത്. അപ്പം അതിൻ്റെ അകത്തുള്ള ഇപ്പം ഈശോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഡിമാൻഡ് ചെയ്താൽ, ഈശോ എന്തെങ്കിലും നമുക്കൊരു പ്രോമിസ് ചെയ്താൽ ഒരു ഡിമാൻഡ് ഉറപ്പാണ്. നമുക്കൊരു വാഗ്ദാനം തന്നാൽ കർത്താവ് ഒരു നിബന്ധനയും തരും. വേർഡ് ഓഫ് ഗോഡ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ്, ഞാൻ നിങ്ങളോട് കരുണ കാണിക്കും. പക്ഷെ എന്താ പ്രശ്നം, ഞാൻ കരുണയുള്ളവരായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരാ. അതുമായിട്ട് ആ വചനം എടുത്തേ, ലൂക്ക 6:36. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. അതായത് ദൈവം ഒരു വാഗ്ദാനം നമുക്ക് നൽകിയാൽ ദൈവം നമ്മളിൽ നിന്ന് അതേ രീതിയിലുള്ള അതേ വോളിയമുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ദൈവം കണക്കിലെടുക്കുന്നുണ്ടെന്ന് അറിയണം. അല്ലാതെ അതാണ് ഇപ്പോൾ തന്നെ ബി പെർഫെക്റ്റ് 5:48 മത്തായിയുടെ സുവിശേഷം. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഇപ്പം ഏകപക്ഷികമായ അനുഗ്രഹങ്ങളൊന്നുമില്ല. എല്ലാം നമ്മളിൽ നിന്ന് പേയ്മെൻ്റ് ഉള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നടിച്ചത് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്, ദൈവം എവിടെ പോയാലും നമ്മളും ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകണമെന്നാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവം ചിലപ്പോൾ കുരിശെടുക്കും, ദൈവം ചിലപ്പോൾ കാൽവരിയിലേക്ക് പോകും, അപ്പം നമ്മളും കൂടെ പോകണം. അപ്പം ഞാൻ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മഹത്വം മാത്രം മതിയെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഉദ്ധാനത്തിലേക്ക് മാത്രമേ ഉള്ളൂ, ദൈവം കുരിശിൻ്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. ചിലപ്പോൾ രോഗത്തിൻ്റെ ഒരു കാലം വരും, ചിലപ്പോൾ തള്ളിപ്പറച്ചിൻ്റെ ഒരു കാലം ഉണ്ടാകും, ചിലപ്പോൾ നമുക്ക് ഒറ്റി കൊടുക്കേണ്ട കാലം ഉണ്ടാകും. അപ്പോൾ എൻ്റെ ദൈവം കടന്നു പോകുന്ന അതിൻ്റെ വഴികളിലൂടെയാണ് ഞാൻ കടന്നു പോകണമെന്ന് മനസ്സിലാക്കണം. നോൻപ് കാലത്തും പീഡാനുഭവ കാലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, എവിടെ പോയാലും ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കുന്നത്. ജോഷുവ 1:9 പറഞ്ഞതിൻ്റെ അർത്ഥം, എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന പോലെ ഞാൻ എവിടെ പോയാലും നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്നാണ്. അതാണ് ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോൻപ് കാലം എന്ന് പറയണത് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് അതിനേക്കാളുപരി നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടോ. ഏത് കാലാവസ്ഥയിലും നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകാൻ വേണ്ടി വിശ്വാസം, വിശ്വസ്തതയും പ്രത്യാശയും നമുക്ക് വേണം. നോൻപ് ഇതുപോലെയുള്ള പുണ്യങ്ങൾ ആർജിക്കേണ്ട ഒരു കാലമായി മാറട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.